ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ സുസുക്കി ബ്രസ്സയുടെ ഒരു മോഡിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ബ്രസ്സാണ്. ബേസ് മോഡ് വണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീരിയും സ്പീക്കേഴ്സും ഞങ്ങളൊക്കെ ആഡ് ചെയ്യണം. പിന്നെ ഇതിൽ ആംബ്രസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇപ്പൊ സുസുക്കിയുടെ ഒരുവിധം എല്ലാ വണ്ടിക്കും നമുക്ക് ബേസ് മോഡിൽ വണ്ടി എടുത്താൽ നമുക്ക് ഫുൾ ഓപ്ഷന്റെ കുറച്ച് ആക്സറീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ സുസുക്കി ബ്രസ. അപ്പൊ ഇതിൽ കമ്പനി ഫുൾ ഓപ്ഷനിൽ വരുന്ന ആ ഒരു സെയിം ആംബ്രസ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, സുസുക്കിയുടെ ജെന്യൂൻ ആയിട്ട് വരുന്ന ഒരു ആംബ്രസ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സ്മാർട്ട് ഓഡിയോയുടെ സിസ്റ്റം നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഷോപ്പിൽ 5500 തൊട്ടിട്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സ്മാർട്ട് ഓഡിയോയുടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആപ്പിൾ കാർപ്പ് ഉള്ളതും അതേപോലെ തന്നെ DVR-ന്റെയും 360 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതും വിട്ടിട്ട് പ്രീമിയം സ്റ്റീരിയോസ് ഒക്കെ ഡയമണ്ട് 2K അതേപോലെ തന്നെ നമ്മളെ ബെൻസ് ടൈപ്പ് സ്റ്റീരിയോ ഒക്കെ ഈ ഒരു കമ്പനി നമുക്ക് അവൈലബിൾ ആണ്. 2 വർഷം വാറന്റി ഉണ്ട്. 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി അതേപോലെ തന്നെ 1 ഇയർ സർവീസ് വാറന്റി ആണ് നമുക്ക് 2 കൊല്ലത്തിനുള്ള വരുന്നത് കേട്ടോ. ഈ ഒരു വണ്ടി ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് 4 ഡോറിലും സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഗ്രാൻഡ് വിത്താറൊക്കെയാണ് നമുക്ക് ഫ്രണ്ടില് ബേസ് മോഡൽ വണ്ടിക്കും സ്പീക്കേഴ്സ് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പൊ 4 ഡോറിലും ചെയ്യുന്നത് നമ്മൾ ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സ് ആണ്. ഇൻഫിനിറ്റി ആൽഫ സീരീസ് ആണ് കേട്ടോ. അവർ തന്നെ എൻട്രി ലെവൽ ആയിട്ടുള്ള തന്നെ കോമ്പോണന്റ് ഫ്രണ്ടിലും കോവാക്സിൽ ബാക്ക് സൈഡിലാണ് വെക്കുന്നത്. അപ്പൊ ഇതിന്റെ വയറിംഗ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് വരയ്ക്കേണ്ട. സ്പീക്കേഴ്സിന്റെ വയറിംഗ് ഡോർ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ 360യുടെ ക്യാമറ കാര്യങ്ങളൊക്കെ 4 സൈഡിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. ബാക്ക് ഡിക്കി, 2 സൈഡ് മിറർ അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറിൽ കേട്ടോ. അത് വന്നിട്ട് 1080p ക്ലാരിറ്റിയോട് കൂടിയുള്ള ക്യാമറ വന്നിട്ടുള്ളത്. നമുക്ക് നൈറ്റ് ആയാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും. ചെറിയ വെട്ടമുള്ള ഒരു ലോ ലൈറ്റിൽ വരെ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ആ ഒരു 360 കാണാം. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആൾക്കാർക്കും അതേപോലെ തന്നെ ലേഡീസിനൊക്കെയാണ് കൂടുതലും ഈ ഒരു 360 ഉപകാരപ്പെടുക കേട്ടോ. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ബ്രസ്സയിൽ ചെയ്യാനായിട്ട് പോണ വർക്ക് കാര്യങ്ങളൊക്കെ. എന്നായിട്ട് ഇതിന്റെ ഫുൾ വീഡിയോയും ഫിറ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തായാലും ഇടാം. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം.